ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു കിടിലൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു മൈദ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഏകദേശം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 250 ഗ്രാം ചിക്കൻ വേവിച്ചെടുത്തിട്ട് അത് ഇതുപോലെ പൊടിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സവാളയും 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാതും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡറും ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് മൈദയുടെ ദോശ തയ്യാറാക്കിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സൊക്കെ വെച്ചിട്ട് ദോശ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് മൈദ ദോശ തയ്യാറാക്കാം. ഒരു സൈഡ് വെന്ത് വന്നാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓരോ ദോശയും എടുത്തിട്ട് നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് മൈദയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് സൈഡിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.